പുതിയൊരു സാധനം നാട്ടിലെത്തിട്ട് നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രല്ല ഇതിന് പേസ് കൊടുക്കണ്ടല്ലോ. എന്നെ തൊട്ടാൽ ഈ കോലാലംപൂരി എരിയും. എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റക്ക് ഞാൻ കത്തില്ലാട്ടോ. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? അല്ല, ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഈ ഏരിയയിൽ എല്ലാവർക്കും അഫ്ത തരാമെങ്കിൽ നിനക്ക് മാത്രം എന്താ ഒരു മടി? ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാ മതി. അത് പറയാൻ താനാരാ? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. എന്നോട് പറഞ്ഞിട്ടില്ല ഗുണ്ടാ പിരിവാർക്കും കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ തരില്ല. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. ശരിയാക്കി തന്നാ മതി. കുറച്ച് ടൈം വേണം. ആസനത്തിൽ അമ്പ് ഇറച്ച മതി. ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. എല്ലാം കൂടി മറിഞ്ഞോട്ടി എന്റെ കൺട്രോള് വിട്ടു ഈശ്വരാ. അതെനിക്കിഷ്ടമില്ല. അതെന്താണ് പറയുന്നത്? അറബിക്ക് അറിയാൻ തോന്നുന്നുണ്ട്. സുഖമില്ലാത്ത കുട്ടിയാണുണ്ണി, ഭ്രാന്തനാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഓം ഗ്ലാനിർ ഭവതി ഭാരത്. ശപിച്ച് മുടിയും കേട്ടോടാ ഈ ഉടായ്പിനെ. ഞാൻ പറപ്പിക്കാൻ സത്യം. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഇത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ. എന്നാ പോട്ടെ.